ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എൻ്റെ തോട്ടം ഒന്ന് കാണിച്ചു തരാനാട്ടോ. ഇവിടെ മഴ കിട്ടിയിട്ട് കുറേ ആയി, എന്നാലും 2-3 മഴ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തോട്ടമൊക്കെ നിങ്ങളെ കാണിക്കണം. തോട്ടത്തിലുണ്ടാകുന്ന കുറച്ചൊക്കെ നട്ടിരുന്നു, അവിടെയും ഇവിടെയൊക്കെ പച്ചമുളകൊക്കെ നട്ടിരുന്നു, വഴുതിനെ നട്ട്, പിന്നെ വാഴ കുറേ നട്ടിട്ടുണ്ട്, ഒടിഞ്ഞു പോയതുണ്ട്, അതൊക്കെ ഉണ്ട്. എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി, പാത്രമൊക്കെ എടുത്താൽ വന്ന്. ഈ തോട്ടത്തിൽ ഞങ്ങൾ കാര്യമായിട്ട് വലിയ വലിയ മരമൊക്കെ മുറിച്ച് നിറയെ കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ വാഴ വെച്ചിതാ. വാഴ നോക്ക് നോക്ക്, 1 എണ്ണിയാ തീരാത്ത കൊല ഉണ്ട്, നിങ്ങൾ കാണിച്ചു തരാം. എന്താ 2 എന്ത് കണ്ടോ, അങ്ങനെ അങ്ങ് വെട്ടാം. നമുക്ക് ലേഡീസിന് എന്ത് സുഖ. ഇതാ ഇതിപ്പോൾ ഈ ചൂട് കാലത്ത് അടിപൊളി. ഇതാ എന്താ അത് വെട്ടാനായി. ഇത് വെട്ടാൻ ഒരാളെ സഹായം വേണ്ട, ഞാൻ തന്നെ വിട്ടു. കാരണം എന്താണെന്നറിയാം, ഹൈറ്റില്ല. ഇനി ഓരോന്ന് കാണിച്ചു തരാം എൻ്റെ വാഴ കേട്ടോ. ഓരോന്ന് കൊലച്ച് കാണിച്ചു തരാം. ഓരോ ഭാഗത്തല്ലേ നട്ട്. കണ്ടോ വേറൊരു കൊല, ഇതാ കണ്ടോ, നേരത്തെ കാണിച്ചതല്ലേ കേട്ടോ. വെറുതെ വേറൊന്ന് ഇതാ അവിടെ. എന്താ കൊലകളുടെ സംസ്ഥാന സമ്മേളനം തന്നെ പറയാം. എന്താ നമ്മൾ അധ്വാനിച്ചാൽ കിട്ടുന്ന ഇതൊക്കെ കണ്ട് കാണുമ്പോഴല്ല പോസിറ്റീവ് എനർജി ഇനി ഉണ്ടാക്കാൻ തോന്നും. ഇതൊന്നും ഉണ്ടാക്കാൻ പ്രയാസമില്ല. എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഒരു കുഴി കുഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല വേനൽക്കാലത്ത് പോയി കുഴി കുഴിക്കരുത്. നമ്മളോട് ആവൂര, നമ്മൾ ലേഡീസ് നമ്മളോട് കഴിയൂര. മഴ ഇങ്ങോട്ട് പിടിച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് 2-3 കുഴിച്ചിങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അതിൽ ഒരു കന്ന് കൊണ്ടുപോയി വെച്ച് അങ്ങ് മൂടുക. പിന്നെ ഇങ്ങനെ തെളിഞ്ഞ് വന്ന് ആളായി വരുമ്പോൾ ചപ്പെല്ലാം കൊണ്ടുപോയിടുക, വീണ്ടും മണ്ണിടുക, വീണ്ടും ചപ്പ് കൊണ്ടുപോയിടുക. അതിലൊന്നും നനക്കലില്ല കേട്ടോ. വാഴക്കൊന്നും ആരും അങ്ങ് നനക്കലൊന്നുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇത് കൊലച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ ചെറുതാന്ന് വിചാരിക്കും, വല്ല ഇങ്ങനെ ഇങ്ങോട്ട് വിസ്താരം ഉണ്ടാവും തടി ആളായും വരുമ്പോൾ. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ വിചാരിച്ച് പറഞ്ഞിരുന്ന കേട്ടോ. അടിപൊളിപ്പില്ലാത്ത ഈ ഹൈബ്രിഡാ നമുക്ക് കായ് തീർന്നൊക്കെ ഞങ്ങളെ കാണിക്കൂട്ടോ. എങ്ങനെയുണ്ട്, എന്നെക്കാളും വലിപ്പം വെച്ചിട്ടോ. ഈ വേനൽക്കാണ് ഇതിന് ഉഷാറ് കാണുന്നത്, അതാണ് പറയേണ്ടത്, എടുത്തു പറയേണ്ടത്. കാപ്പിത്തൈ കണ്ടോ, ഈ കാപ്പിത്തൈ വെക്കാൻ വേണ്ടി ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കിനി. കഴിഞ്ഞ കൊല്ലം വെച്ച കാപ്പിയാ. നോക്ക്, ഇത് അടുത്ത കൊല്ലം പൂവിടും ഇൻഷാ അല്ലാ. കണ്ടോ, ഒന്നൊന്നുമല്ല, തോട്ടം നിറച്ചുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചേ ഉള്ളൂ. അവിടെ ഒക്കെ കാപ്പിയാ മൊത്തം. അവിടെ ശാഖ അങ്ങോട്ട് വന്നാൽ നമുക്കറിയാം നല്ല കാപ്പിയാണ്. കണ്ടോ, ശാഖ വന്ന് ഇനി കാപ്പി കയറ്റി വെക്കൂലല്ലോ, അത് വെട്ടി ഇങ്ങനെ പരന്ന കുറ്റിച്ചെടിയാക്കി വെക്കണം. എന്നാൽ നിറച്ച്. കണ്ടോ കൊല, എനിക്ക് കൊല കാണുന്നതൊക്കെ എന്ത് ഉൽപ്പന്നം കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. നിങ്ങളെ കാണിക്കാൻ എനിക്ക് അതിലേക്കാളും ഇഷ്ടമാണ്. ഇതൊക്കെ നല്ലൊരു കൊല. ഇത് ഈ ഭൂമിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്നറിയോ, മെയിൻ റോഡ് അങ്ങ് അതിങ്ങനെ ഇറങ്ങി ചെരിവ. ഈ ചെരിവിലെല്ലാം അങ്ങ് നട്ടു കൊടുത്ത് ഞങ്ങൾ വാട എല്ലാം കൊലച്ചിട്ടിട്ടു. നോക്ക് എന്തൊരു കൊലയാ. ഞങ്ങൾ ഒടിഞ്ഞു പോയിട്ടുണ്ടോ കാറ്റത്ത് നിന്ന് വന്നാൽ നോക്കുമ്പോൾ ഒന്നും ഒടിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളൊരു 3-4 കൊത്തി വെട്ടി കൊണ്ടുപോകണം. ഇങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ചൊരു ദൂരെ, എപ്പം വരാനൊന്നും കഴിയൂല. എന്തായാലും നട്ടു പോകാൻ പറ്റിയ സംഭവമാണ് വാഴ. എന്നാൽ പിന്നെ അങ്ങനെ ദിവസേന നനക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ വിചാരിച്ചാൽ, മനസ്സ് വെച്ചാൽ തോട്ടം ഇങ്ങനെ ആക്കിയും ചെയ്യുക. പിന്നെ നന്നായിട്ട് വിളവും കിട്ടും. ഇത് ഏതാ സമയം, ചൂടോണ്ട് നിൽക്കാൻ പറ്റാത്ത സമയം അവിടെ. വയനാടാന്ന് വിചാരിച്ചിട്ട് ചൂടാ. ഏപ്രിൽ മെയ് ഇവിടെ ചൂടാ. ആ സമയത്താണ് ഞങ്ങൾക്ക് അടിപൊളി കൊല കിട്ടുന്നത്. ഞാൻ ആലോചിച്ചുകൂടെ എൻ്റെ ജ്യൂസ് കുടിക്കുന്നൊന്നും. അത് ഒരു ചില്ലിക്കാശ് മുടക്ക് ഞങ്ങൾക്ക് ഇല്ല. പോരാത്തതിന് അതിന് രാസവളം ചേർത്തിട്ടില്ല. അങ്ങനത്തതാ, നല്ല മധുരവാ. അങ്ങനെ ഒന്നും കേടും വരൂല. ഒരു കൊലനുണ്ട് നമുക്ക് ഞങ്ങളാവശ്യം കഴിഞ്ഞ് ഞങ്ങൾ വിതരണം ചെയ്യട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിങ്ങളെ തീറ്റ, എല്ലാം കൂടുതലും വിതരണം സേവനം ഉണ്ടായിക്കോട്ടെ. ഇല്ലാത്തവർക്ക് നമുക്ക് കൊടുക്കാമല്ലോ. പക്ഷികളും ഉണ്ട് കൂട്ടത്തിൽ കേട്ടോ, മനുഷ്യന്മാരല്ല, പക്ഷികൾക്കും കൊടുക്കും ഞങ്ങൾ എല്ലാവർക്കും. പിന്നെ നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തല്ല ഈ പച്ചമുളകൊന്നും നട്ട് വഴുതിനിയൊക്കെ ഉള്ള സ്ഥലത്ത് അങ്ങ് നട്ട് കിട്ടുന്നത്. നമ്മളെ തോട്ടം നമ്മളെ പണി ആരും ചോദ്യം ചെയ്യാനില്ല. നമ്മൾ അധ്വാനിച്ച് നമ്മളുണ്ട്, കിട്ടുന്നത് മതി, അത് ലാഭം. നമുക്ക് ആരോഗ്യം കിട്ടുമല്ലോ. ഇവിടെ മൊത്തം തേക്കൊക്കെ വന്ന് ഇങ്ങോട്ട് നിറഞ്ഞിട്ട് തണലായി പോയിക്കും മൊത്തം. ഇത് വഴുതിന് 1 ഏക്കർ സ്ഥലത്തുള്ള വിത്താപ്പത്. അത്രക്ക് വിത്തുണ്ടാവും ഇതിൽ. നമുക്ക് കൊണ്ടുപോവുക, നമുക്ക് പാകിയിട്ടുണ്ടാക്കാലോ. എന്താ വഴുതിന നമുക്ക് തോട്ടത്തിൽ വഴുതിനൊക്കെ അങ്ങ് നട്ടാലുണ്ടല്ലോ, ഇത് ഉപ്പേരി വെച്ച് തിന്നാ, പൊരിച്ച് തിന്നാ, മീൻ പൊരിക്കും പോലെ പൊരിക്കുക, അതിനൊക്കെ നല്ലതാ.
കാന്താരി നട്ടിട്ടുണ്ടായിരുന്നു. കാന്താരി കണ്ടോ വലിപ്പം വെച്ചിന്. ഇത് മഴ കിട്ടിയപ്പോൾ രണ്ടാമത് ഒരു കാന്താരി കുറച്ച് കൊല്ലങ്ങളൊക്കെ നിൽക്കും. ഉണങ്ങിപ്പോയി നമ്മൾ വിചാരിച്ചാൽ മഴ കിട്ടിയാൽ തീർത്തിങ്ങോട്ട് വരും, ഉഷാറിൽ വരും. കാന്താരി അതിന്മേൽ വെച്ച് കഴിഞ്ഞാൽ മരടിച്ചു പോകും, നമ്മളങ്ങ് പറിക്കണം. എൻ്റേത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, വിളവെടുക്കാത്തത് കൊണ്ട് ഉണ്ടാക്കും ഭയങ്കര ഉഷാറിൽ. എന്താ കണ്ടോ അതിൻ്റെ ഇലയൊക്കെ കണ്ടോ, ആ മരുന്നങ്ങ് അടിച്ചതാ കണ്ടോ. വെടി ഒരു പ്രശ്നവും ഇല്ല കണ്ടില്ലേ. തോട്ടത്തിൽ അടുത്ത് വരുമ്പോൾ ഒക്കെ നോക്കൂ. ദിമൽ കുറച്ചുണ്ടായിന്നെ. ദിമൽ കുറച്ചൊരു വെള്ളീച്ചൻ്റെ ഒരു ശല്യം ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. മരുന്നടിക്കണം. ഇന്ന് പിന്നെ മരുന്ന് കൊണ്ടുപോകുന്നില്ല, ഒക്കെ വീട്ടിലാണ്. പറിക്കുമ്പേ വിളവെടുപ്പ് രസമാണ്. നട്ടുണ്ടാക്കി പോയാലും തോട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായി കിട്ടുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. നല്ല മരുന്നടിക്കാത്ത, രാസവളം ചേർക്കാത്ത കിട്ടുന്ന ലാഭം നമുക്ക് അതിലൊക്കെ ഉണ്ടായി. നോട്ടക്കുറവുണ്ടാ, ഇതിങ്ങോട്ട് ഉണ്ടാവും. ഇനി മഴ പിടിച്ചാൽ നല്ലോണം ഉണ്ടാവും. ഇതെൻ്റെ കൺമുമ്പിലായിരിക്കണ്ടീനു. ഇത് ഇത് ഫുള്ള് പഴുത്തുപോയി, പഴുത്ത നമുക്ക് എന്ത് ചെയ്യാന്നറിയാം. നമ്മളെന്തായാലും മുളകൊക്കെ പൊടിപ്പിക്കല്ലോ, അതിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. ഇത് ഉണക്കിയിട്ട് നമുക്ക് നഷ്ടപ്പെടുത്തണ്ട. പിന്നെ നമുക്ക് ഇനിയും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ വിത്ത് പാകി നല്ലോണം ഉണ്ടാവും. ഇതിൻ്റെ ചോട്ടിൽ തന്നെ വീണെടുത്ത് നോക്കണ്ട്, ഒക്കെ മുളക്കും. മഴ അങ്ങോട്ട് ജൂണായ തൈയിൻ്റെ ഒരു ഉത്സവമായിരിക്കും. നഴ്സറിയിലൊന്നും പോണ്ട. ഇങ്ങനെ തപ്പി നടക്കുക, ഏത് കൊലയാണ് വെട്ടാൻ പാകമായി. വേറൊന്നും കൂടി കിട്ടി നോക്ക്. ഇത് നല്ല പൂവനാ. അതിൻ്റെ കൂമ്പില്ലേ, ആ കൂമ്പ് ഇല്ലാണ്ടാവും. അതിപ്പോൾ മൂപ്പെത്തി എന്നുള്ള അടയാളാണ്. നമുക്ക് അറിയില്ലാത്തവർക്ക്, എന്നെപ്പോലെ വാഴക്കൃഷി അത്ര അറിവില്ലാത്തതുകൊണ്ട് പറയുക. പിന്നെ അടയാളം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പഴുത്ത് പക്ഷികൾ തിന്നുമ്പോൾ അതാ എൻ്റെ അടയാളം. അതാ എൻ്റെതൊക്കെ തിന്നു നോക്കാം. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ പക്ഷികൾ തിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ബാക്കി നമ്മൾ ഫുള്ള് തിന്നാണ്ടെന്നാൽ മതി, കുറച്ച് നമുക്ക് കിട്ടണം. അവിടെയൊക്കെ നല്ല കൊല, അതൊന്ന് കൊത്തും. എന്നപ്പോൾ കുറേ കൊല കിട്ടും. ഒന്ന് തോട്ടത്ത് വന്ന് ഉഷാറാ. പിന്നെ ഞാൻ ഈ തോട്ടം ഇങ്ങനെ ഉഷാറാവേണ്ട ഒന്നാം നമ്പർ കാരണക്കാരൻ ആരറിയോ, ഇതാണ് കിണർ. ഈ കിണർ ഞങ്ങൾ പടുത്ത് കുത്തിയതാ. സ്ഥലം എടുത്തതിന് ശേഷം ഞങ്ങൾ കുത്തിച്ചതാ. ഏറ്റവും ഇത് നോക്ക്, ഇത് എന്നെക്കാളും ചെറിയ മക്കൾക്ക് ഇത് വെട്ട. ഞാൻ കൊത്താന്നും പറയും, രണ്ടും പറയലുണ്ട്. അതുകൊണ്ടാ നമുക്ക് ഒരു കൊല. ഇത് കിണർ കുഴിച്ച മണ്ണിങ്ങനെ അങ്ങോട്ട് ഇട്ടല്ലോ, അതിൻ്റെ മേലെ നട്ടത് കൊല അടിപൊളി കൊല. അങ്ങനെയൊക്കെ ഇളക്കുള്ള മണ്ണിൽ നല്ലോണം ഉണ്ടാവും. നമ്മളൊരു തോട്ടം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം വേണം പിടിപ്പിക്കുക. ഫ്രൂട്ട്സും അവിടെയും ഇവിടെയൊക്കെ നട്ടുകൊടുത്തേക്ക്. എന്താണെന്ന് അറിയാം, ഇതിപ്പോൾ പേരക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിറ്റാമിൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്ക്, കുഞ്ഞ് തയ്യുമലപ്പം കായ് ഉണ്ടായത്. എന്താ കായ്ച്ച കണ്ട് ഞാൻ തന്നെ കണ്ണുവെച്ച് പോകും തോന്നുന്നു. അടിപൊളി. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറേ കൊല കാണിച്ചു തന്ന്. ഇതാ മൂപ്പെത്തിയ 2-3 കൊല കൊത്തുന്നുണ്ടേ. കൊത്തുക വെട്ടുക എന്നൊക്കെ പറയും, രണ്ടും തെറ്റിപ്പോവുക. പിന്നെ ഇത് നല്ല പൂവനാ, കണ്ടില്ലേ. ഇതിന് പറയാനുള്ള എന്താ അറിയോ, ഒരു പൂവൻ നമ്മൾ ഒരു കൊല്ലം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുണ്ടായിരുന്നു കണ്ടോ, 1 2 3 4 5 6 7 കന്നുണ്ട്. ആ 7 ഒന്നവിടെ വെച്ച് ഇതവിടെ വെക്കാം. ഇത് മൂത്താളാത്. ഈ ആളവിടെ വെച്ച് കഴിഞ്ഞ് ബാക്കിയെല്ലാം പിരിച്ചങ്ങ് കുഴിച്ചിട്ട് നമുക്ക് ഇത്ര കിട്ടൂ. അപ്പം ഞാൻ വെട്ടാൻ പോവുക കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വലിച്ചിടാ. ഒരു വാഴ വെക്കുക, എന്തൊക്കെ ഉണ്ടല്ലേ, കാമ്പ് കൊത്തട്ടെ, ഇങ്ങോട്ട് വെട്ടട്ടെ. ഇത് എൻ്റെ മേലിൽ കറിയൊക്കെ ആവും, അതിനനുസരിച്ച് ഡ്രസ്സും ഷൂവും ഒക്കെ ഇട്ടാ വന്ന് ഇങ്ങോട്ട് വലിക്കുക വിചാരിച്ചാ. അങ്ങനെ ഇങ്ങോട്ട് വലിക്കട്ടെ, ഞാൻ കുറച്ചൊന്ന് വലിച്ചു നോക്കട്ടെ കേട്ടോ. ഇതാ വലിച്ചെടുത്ത് നോക്കുമ്പോൾ എൻ്റെ കയ്യൊരു താങ്ങ്. അല്ലെങ്കിൽ എൻ്റെ പൂവൻ പണിയാക്കി. എവിടെയും പൊട്ടാത്ത നല്ല അടിപൊളി. പഠിച്ചോ കാത്ത് നമ്മളത്രയും അധ്വാനിച്ചിട്ട് നമ്മളെ കൊല നുറുങ്ങിപ്പോയില്ല. കണ്ടില്ലേ, അടിപൊളി.
നമുക്ക് പഴം തിന്നാൻ ഏറ്റവും ടേസ്റ്റുള്ള മാസം ഏപ്രിൽ മെയ്. ഞാൻ മധുരാണല്ലോ. ഞാൻ ഇഷ്ടംപോലെ വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കിന്. പക്ഷെ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. അത് വേറെ സ്ഥലമായിട്ട് ഇത് വീട്ടിലാണെങ്കിൽ ഞാൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒഴിവ് നിനക്ക് അല്ലാതെ വായൻ്റെ ഇടയിൽ തന്നെ നുറുക്കി കൊടുക്കും. നുറുക്കി അങ്ങ് ഇട്ട് കൊടുക്കും. നീ വെട്ടട്ടെ. ഇന്നൊരു ഒരു രഥം കിട്ടുക അറിയില്ലേ? കിട്ടുന്നില്ല. നോക്കട്ടെ. അടിപൊളി. ഇതാ അടിപൊളി ഉഷാറായിരേ. ഞാൻ പൊന്തിക്കൂല, അത്രയും വെയിറ്റാ. ഇനിയുണ്ട് 4 എണ്ണം ഉണ്ട്. കൊത്തട്ടെ കേട്ടോ. ഒന്നേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ, പിന്നെ കൊത്തി കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കൂട്ടുകാര് കണ്ടില്ലേ, ഈ മെയ് മാസത്തിലെ ചുട്ടുപൊള്ളുന്ന വേനൽക്ക് നല്ലൊരു അടിപൊളി പൂവൻകൊല കൊത്തുന്നത്. ഹായ്, എന്താ സൂപ്പർ. നമുക്ക് അങ്ങനെ ഒടിച്ച് കെട്ടെടുത്ത് വെട്ടാം. അങ്ങനെ അടിപൊളി പൂവൻകൊല കിട്ടി. ഇനി കൊല കൊത്തി ഇനി നമ്മളെന്താ ചെയ്യേണ്ട അറിയോ? നല്ലതാ കാമ്പ്. ഒരു വാഴ വെച്ചാൽ എന്തെല്ലാം ഗുണമുണ്ട്. ഇല തൊട്ടിട്ട് ഇതൊക്കെ നമുക്ക് നാരാക്കാം, കമ്പോസ്റ്റാക്കാം, എല്ലാം കൊല ഉപ്പേരി വെക്കാം, പഴുപ്പിച്ച് തിന്നാം. ഒക്കെ കഴിഞ്ഞിട്ട് കാമ്പ് നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഞാൻ കാമ്പൊന്നും ഇങ്ങോട്ട് വെട്ടിയെടുക്കട്ടെ. നമ്മൾക്ക് ഈ കയ്യേ ഉള്ളൂ. ഇത്ര മതി. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. ഈ തൈരിൽ ഇട്ട് കാമ്പ് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് നല്ല രസമാണ് ചോറിന് കൂട്ടാൻ. അതും ഉണ്ടാകാതെ ഉപ്പേരി വെക്കാം. എന്തെല്ലാം ഉണ്ട്. ഇത് ജ്യൂസ് അടിക്കൂ. എല്ലാത്തിനും ബെസ്റ്റാണ്. പിന്നെ എന്തിനെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ. ഇത്ര മതി. ഫുള്ള് ചീന്തി പോക്കുന്നില്ല, നാളെയല്ലേ വെക്കുള്ളൂ. അങ്ങനെ കൊല കിട്ടി, മുളക് കിട്ടി, വഴുതന കിട്ടി, കാമ്പ് കിട്ടി, കൂമ്പും ഉണ്ട്. ഇനി കൂമ്പ് 2-3 എണ്ണത്തിന് കൂമ്പും എടുക്കട്ടെ. കൊത്തിയങ്ങ് ഇട്ടപ്പോൾ കൈ പിടുത്തം വിട്ടുപോയി. നമ്മളെല്ലാം കൂടി കൈക്ക് ആരോഗ്യമല്ല. അങ്ങനെ വീണപ്പോൾ കുറച്ച് കായ് വീണു പോയിട്ടോ. പക്ഷെ വീണത് പ്രശ്നമൊന്നുമില്ല, കാരണം അത് പഴുപ്പിക്കാനൊക്കെ പറ്റും. അത്രയും ഏകരത്തുനിന്നൊന്നുമല്ല വീണ്, താഴെ എത്തിയതിൻ്റെ ശേഷം അങ്ങ് പെറുക്കിയെടുത്ത്. പറമ്പിലേക്ക് വന്ന് കുറേ കൊത്താനുണ്ട്, കൊല വെട്ടാനുണ്ട്. ഇവിടെ വയനാട്ടുകാർ കൊത്തുക എന്നാണ് പറയുക, അതുകൊണ്ട് ഞാൻ രണ്ടും പറയും നിങ്ങളുണ്ട്. ഇപ്പം വെട്ടാനുണ്ട്, ചെത് വെട്ടുന്നില്ല. എല്ലാം കൂടി നമുക്കാവൂല, കാറിൽ സ്ഥലമില്ല. നോക്കി 2 വെട്ടി. ഇത് 3-മത്തും 4-മത്തും 5-മത്തും ഒക്കെ ഉണ്ട്. അവിടെ നിന്നോട്ടെ. ഇപ്പോൾ അധ്വാനിച്ചുള്ള ഗുണം കണ്ടോ. നമ്മൾ ഈ നല്ല വേനൽ കാലത്ത് നമ്മൾ കൊല കൊത്തി പഴുപ്പിച്ച് തിന്നുകയെന്നറിയുന്നത്, അതിനൊക്കെ ഒരു മനസ്സ് വേണം കേട്ടോ. കൃഷിഭ്രാന്ത് തലക്ക് പിടിച്ചോൽക്കേ നടക്കൂ. മെല്ലെ മെല്ലെ കുറേ പേർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് തലക്ക് പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കമൻറ്റ് കാണാം, ഒരു കൃഷിയും താല്പര്യമില്ലാതെ നിൽക്കുന്ന എനിക്കിപ്പം കൃഷിയിലോട്ട് ഇറങ്ങേണ്ടി വന്ന് നിങ്ങളെ വീഡിയോ കണ്ടിട്ട്. അങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്. ഇന്ന് എനിക്ക് തിരൂരിൽ ഒരു കൂട്ടർ വന്നിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ വരും കാണാൻ വേണ്ടി. ഇതൊക്കെ കൂടുതൽ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പറയുക, കൃഷിയിലോട്ടൊക്കെ ഒഴിവാക്കിയിനി കൃഷിയൊക്കെ. അന്നേരമാണ് നിങ്ങളെ വീഡിയോ ഞങ്ങൾ കാണാൻ തുടങ്ങിയത്. പിന്നെ ഞാനും ഇറങ്ങി. എനിക്ക് എത്രയോ തക്കാളി വിളവെടുത്തു, എത്രയോ പയറ് വിളവെടുത്തു. അതിൻ്റെ ഒക്കെ കാരണം ഞാനാണ്. അവർ പറയുക കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരു കന്നെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ. ഒരു കന്ന് മതി. ആ ഒരു കന്നിന് 5 രൂപയൊക്കെ ഉള്ളൂ നഴ്സറി പോയാൽ. എന്നിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് അവിടെ വെച്ചേക്ക്. എന്നിട്ട് അടുത്ത കൊല്ലാകുമ്പോൾ 10 കന്നിങ്ങ് കിട്ടും. അങ്ങനെ നട്ട് വീട്ടുകാർക്ക് സന്തോഷമാവൂരേ. ഇപ്പം എല്ലാവരും ഉച്ചൻ്റെ ശേഷം കടന്നുറങ്ങലില്ല പോലും. എൻ്റെ വീഡിയോ കണ്ടവരൊന്നും ഒക്കെ കൃഷി എടുക്കുക. കരിയില വാരി വെക്കുന്നു, വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു, ചക്ക മടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ഉൽപ്പന്നം കാണും ചെയ്യുകയാണല്ലോ ലൈവായിട്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ഉപദേശം, റിക്വസ്റ്റ്, ഒരു കന്നെങ്കിലും നടണം കേട്ടോ. കണ്ടോ, ഞാൻ നട്ടിട്ടതാ എന്തോരം കൊല കിട്ടി.
ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങളിത് നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കിട്ടുന്നവർക്കൊന്നും നമ്മൾ കിട്ടൂല. നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കുന്നവരാ. അവരുടെ വളമൊക്കെ ചേർത്ത് മരുന്നടിച്ച് വലിയ കൊലയായിരിക്കും, കണ്ണ് തള്ളു. അതൊന്നും നമ്മളേലും ഉണ്ടാവൂല, പക്ഷെ നമ്മൾ നല്ലതായിരിക്കും. നീ ആ കാറിൽ കൊണ്ടുവെക്കട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് ഈ പറമ്പിലേക്ക് വരുമ്പോൾ ഒരു ഷെഡ് കെട്ടിയതായിരിക്കാനും വിശ്രമിക്കാനും പണി സാധനം കൊണ്ടുവെക്കാനും ഒക്കെ കേട്ടോ. അതല്ല എന്നെ ഞെട്ടിച്ച എന്താണെന്നറിയോ, ഒന്ന് നോക്കി ഇങ്ങ് കാണിച്ചു തരാം. അപ്പുറത്തെ കരുവേപ്പിലേന്ന് വേര് മുളച്ചുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതാ ഈ ഷെഡിൻ്റെ ഉള്ളിലുണ്ടായത് പഠിച്ചോനെ. നോക്ക്, 1 2 3 4 5 6 ഒരു ഇതിങ്ങോട്ട് കൊത്തിയെടുത്ത ഇടം കൊണ്ടുപോയി നടേരുന്നു കേട്ടോ. ഇതാ ഇവിടെ ഒക്കെ ഉണ്ടായിന്. ഞങ്ങൾ ഇന്ന് വന്ന് നോക്കുമ്പോൾ കൂണ് മുളച്ചുണ്ടാവൂലേ, അതുപോലെ ഉണ്ടായിന്. ഇത് നല്ല സുഖ, കരുവേപ്പില ഇല്ലാത്തവർക്ക് അടിയോടുകൂടി കൊത്തി കൊണ്ടുപോയി നടാൻ. എന്തോരുണ്ടാനാണ്ടായത്, ഇത് വല്ലാത്തൊരു മാജിക് കിട്ടോ. ഈ ഷെഡിൻ്റെ ഉള്ളിലായത്, മഴയും കൊള്ളുന്നില്ല വെയിലും കൊള്ളുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ എല്ലാം വിളവെടുത്തോ, ഞങ്ങൾ ഇനി വീട്ടിൽ പോവുക. നോക്കി കരുവേപ്പില ഇതെങ്ങനെ ഉണ്ടായെന്നുള്ള ഞാൻ കാണിച്ചതില്ല, എനിക്ക് തന്നെ അത്ഭുത. ഇതിൽ പിന്നെ കുറേ പച്ചമുളക് കൂടുതലായിട്ട് കിട്ടിയത് വിത്തുകളാണ്, വഴുതിനൻ്റെയൊക്കെ. ഇതാ ഇത് പിന്നെ കാറ്റിന് വീണ് പോയത് ഞങ്ങൾ കൊത്തിയതാണ്, 3ാമത്തെ കിട്ടും. അത് പിന്നെ നമുക്ക് വിജയം മാത്രം ഞങ്ങളെ കാണിച്ചാൽ പറ്റൂലല്ലോ, പരാജയം കാണിക്കുകയാണ്. ഇതാ ഇതെൻ്റെ പൊട്ടി വീണു പോയതാണ്. പിന്നെ അതാ അവിടെ ഒരു കൊല, അവിടെ ഒരു കൊല, കാമ്പ് എല്ലാം എടുത്ത് ഞങ്ങളിനി വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. ഇതാണ് സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.